പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കളത്ത് ക്വാറി ദുരന്തത്തിൽ കാണാതായ ബീഹാർ സ്വദേശിക്കായുള്ള രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്ഥലത്ത് അപകടകരമായി പാറ ഇളകി വീഴുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. അടുത്ത ജില്ലകളിൽ നിന്ന് ലോങ് ബൂം എക്സ്കവേറ്റർ അടക്കം എത്തിച്ച ശേഷമാകും ഇനി രക്ഷാദൌത്യം തുടരുക. ഫയർ ആൻഡ് റെസ്ക്യൂ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെ ഫയർഫോഴ്സ്, NDRF ടീം തുടങ്ങിയവർ സ്ഥലത്തു തന്നെ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, ഈ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. കൂടുതൽ അപകട സാധ്യത ഉള്ളതുകൊണ്ടാണോ ഇപ്പോൾ ഈ രക്ഷാദൌത്യം നിർത്തിവെച്ചിരിക്കുന്നത്, അതോ ഇനി കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തേണ്ടത് കൊണ്ടാണോ? അനന്തു, കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തേണ്ടത് കൊണ്ടാണ് ഇപ്പോൾ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. പത്തനംതിട്ട കോന്നി പയ്യനാമണിലെ ചെങ്കളത്ത് പാറയിൽ പാറയിടിഞ്ഞു വീണ് എസ്കലേറ്ററിൽ കുടുങ്ങിക്കിടന്ന ബീഹാർ സ്വദേശി അജയ് റായ്ക്കുള്ള രക്ഷാദൌത്യമാണ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുള്ളത്. രാവിലെ രക്ഷാദൌത്യം പുനരാരംഭിച്ചെങ്കിലും സ്ഥലത്ത് അപകടകരമായ രീതിയിൽ ഇപ്പോഴും പാറ ഇളകി വീഴുന്നതിനാൽ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. സ്ഥലത്ത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ തന്നെയുണ്ട്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് ലോങ് ബൂം എക്സ്കവേറ്റർ അടക്കം എത്തിച്ച ശേഷമാകും ഇനി ക്രെയിനിൽ റോപ്പ് കെട്ടി ആൾ തിക്കിക്കിടക്കുന്ന എക്സ്കവേറ്റർ ഉയർത്താനുള്ള ശ്രമം രക്ഷാസംഘം നടത്തുക. സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തി ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് ടീമുകളും NDRF ടീം, പോലീസ് തുടങ്ങിയവരെ ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം തുടരുക. പൊതുജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ക്വാറിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല. അനന്തു, ശ്രീജി, മറ്റൊരു കാര്യം കൂടി, രാവിലെ ഈ 5 രക്ഷാപ്രവർത്തകർ ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തത്? ഈ കല്ല് നീക്കുന്നത് എത്രത്തോളം പുരോഗമിച്ചിരുന്നു ആ സമയത്ത്? കല്ല് നീക്കുന്നത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരുപാട്, അതായത് വലിയ കല്ലുകളും വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ളവ ഈ എക്സ്കവേറ്ററിലേക്ക് പതിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ വലിയ സജ്ജീകരണങ്ങൾ ആവശ്യമാണ്. 5 റെസ്ക്യൂ ടീമിലെ 5 പേരാണ് താഴെ ഇറങ്ങി റോപ്പ് കെട്ടി എക്സ്കവേറ്റർ ഉയർത്താനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ അത് അത്ര വിജയിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കൂടുതൽ സന്നാഹങ്ങൾ ആവശ്യമാണെന്ന് ഉള്ള രീതിയിൽ താൽക്കാലികമായിട്ട് രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടുള്ളത്. അനന്തു, തീർച്ചയായും വ്യക്തമാണ്. വളരെ സങ്കീർണമായ ഒരു രക്ഷാദൌത്യമാണ്. രാവിലെ 5 അംഗങ്ങൾ രക്ഷാ സംഘത്തിലുള്ള 5 അംഗങ്ങൾ ആ എക്സ്കവേറ്ററിനടുത്ത് എത്തിയിരുന്നുവെങ്കിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായതിനാൽ ഇപ്പോൾ നിലവിൽ രക്ഷാദൌത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ സ്ഥലത്ത് വീണ്ടും പാറ ഇടിയുന്നതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ശ്രീജി എസ് ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.